ഇന്നത്തെ എഡിറ്റോറിയൽ നോക്കാം. ഏജിംഗ് ഫാക്ടറി ദ ഡിക്ലൈൻ ഇൻ ചൈനാസ് പോപ്പുലേഷൻ വിൽ എഫക്ട് ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ് ടു. അപ്പോൾ എന്തുമായി ബന്ധപ്പെട്ട ന്യൂസാണ്? ചൈനയുടെ പോപ്പുലേഷൻ ഡിക്ലൈനുമായി ബന്ധപ്പെട്ട ന്യൂസാണ്. ചൈന മോസ്റ്റ് പോപ്പുലസ് ആയിട്ടുള്ള രാജ്യമായിരുന്നു. അതിൻ്റെ ആ പറയുന്ന പദവി ഇപ്പോൾ അതിനെ പിന്തള്ളിക്കൊണ്ട് ഇന്ത്യ മോസ്റ്റ് പോപ്പുലസ് രാജ്യമായിട്ട് മാറാൻ പോവുകയാണ്. അപ്പോൾ ചൈനീസ് ഡിക്ലൈൻ ഇൻ പോപ്പുലേഷനാണ് ഇന്നത്തെ എഡിറ്റോറിയലിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. മുമ്പ് ചൈനയ്ക്ക് ഇതുപോലെ ഒരു ഡിക്ലൈനിങ് പോപ്പുലേഷൻ ഉണ്ടായത് 1961 ഭയങ്കര 4-year ഫെമൈൻ, ഭയങ്കര വരൾച്ചയൊക്കെയുള്ള സമയത്തായിരുന്നു ഇങ്ങനെ ഒരു പോപ്പുലേഷൻ ഡിക്ലൈൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ ദ ഷ്രിങ്കിങ് ഓഫ് ദ വേൾഡ്സ് മോസ്റ്റ് പോപ്പുലസ് കൺട്രി ബൈ ആസ് മച്ച് ആസ് 8,50,000 in 2022 മാർക്സ് എ വാട്ടർഷെഡ് മൂവ്മെൻറ്റ് വിത്ത് ലാസ്റ്റിംഗ് കോൺസിക്വൻസസ് ഫോർ ചൈന ആൻഡ് ദ വേൾഡ്. അപ്പോൾ ചൈനയ്ക്കും അങ്ങനെ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ മറ്റ് ലോകരാജ്യങ്ങൾക്കും ചൈനയുടെ പോപ്പുലേഷനുമായി ബന്ധപ്പെട്ട് എഫക്ട്സ് ഉണ്ട് എന്ന് പറയുന്നു. ബീജിംഗ് അനൗൺസ് ഓൺ January 17 that the births in China has last year dropped by more than 10% to 9.56 million with 10.41 million deaths. 10.41 മില്യൺ ഡെത്ത്സും 9.56 മില്യൺ മാത്രമേ ബേർത്ത്സും ഉള്ളൂ. അപ്പോൾ എന്താ ഡിക്ലൈനിങ് പോപ്പുലേഷൻ ഷുവർലി ഇൻഡിക്കേറ്റ് ചെയ്യുന്ന വാല്യൂസാണ്. ദ 1.411 ബില്യൺ പോപ്പുലേഷൻ വിൽ സർട്ടൻലി ബി ഓവർടേക്കൺ ബൈ ഇന്ത്യ ദിസ് ഇയർ. അപ്പോൾ ഇന്ത്യയുടെ പോപ്പുലേഷൻ എന്തായാലും ചൈനയുടെ പോപ്പുലേഷനെക്കാളും കൂടുന്നുള്ളത് സംശയമില്ല ഈ വർഷം. ചൈനാസ് പോപ്പുലേഷൻ സ്റ്റോറി ഹോൾഡ്സ് ലെസൺസ് ഫോർ കൺട്രീസ് ദാറ്റ് ഹാവ് ട്രൈഡ് റോബസ്റ്റ് ഇൻ്റർവെൻഷൻസ് ഇൻ സോഷ്യൽ എഞ്ചിനീയറിംഗ്. China has spent the greater part of 2 decades trying and failing to get families to boost birth rates and have been declining since the government introducing harsh one-child policy in 1980. one-child policy എന്ന് പറഞ്ഞ ഹാർഷ് പോളിസി 1980 പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. പക്ഷേ 2016 2-child പോളിസി കൊണ്ടുവന്നിട്ടും ഈ പറയുന്ന ബർത്ത് റേറ്റ്സ് ഇൻക്രീസ് ചെയ്തില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഹാർഷായിട്ടുള്ള 1-child പോളിസി ഈ പറഞ്ഞ എന്താ പറയുക അതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് ഒരു കുട്ടി മാത്രം എന്ന ഗവൺമെൻറ് റെഗുലേഷൻസിൽ ഈ പറയുന്ന പോപ്പുലേഷൻ കൺട്രോൾ മെഷറായിട്ട് കൊണ്ടുവന്നെങ്കിലും ഇപ്പോൾ എന്താണ് ഏറ്റവും കൂടുതൽ വർക്കിംഗ് ഏജ് പോപ്പുലേഷനിലല്ലാത്ത ഓൾഡ് ഏജ് പോപ്പുലേഷൻ ഏത് രാജ്യത്ത് കൂടുതലാണ്? ചൈനയിൽ കൂടുതലാണ്. ഇതിൽ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എബോവ് 60 പോപ്പുലേഷൻ മീൻ വൈൽ ഹാസ് ഇൻക്രീസ് ടു 30 മില്യൺ ടു 280 മില്യൺ. അപ്പോൾ വയസ്സായവരുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 60 മില്യണിന് 250 മില്യൺ ആയിട്ട് കൂടി എന്നാണ് പറയുന്നത്. അതൊരു വലിയ എക്സ്പെൻഡിച്ചർ സിനാരിയോ ആണ്. കാരണം ചൈന പോലൊരു രാജ്യത്ത് ഇത്രയധികം ആൾക്കാർക്ക് കാറ്റർ ചെയ്യണം. ദ നമ്പർ ഓഫ് എൽഡർലി വിൽ പീക്ക് അറ്റ് 487 മില്യൺ ബൈ 2015. 2050 ആകുമ്പോഴേക്ക് 487 മില്യൺ ഓൾഡ് ഏജ്ഡ് ആൾക്കാർ, 60 വയസ്സിന് മുകളിലുള്ള പ്രായമുള്ളവർ ഈ പോപ്പുലേഷനിൽ ഉണ്ടാവും എന്ന് പറയുന്നു. 35% ഓഫ് ദ പോപ്പുലേഷൻ വിൽ ബി ദിസ് എൽഡർലി പീപ്പിൾ. ചൈനാസ് നാഷണൽ വർക്കിംഗ് കമ്മീഷൻ ഓൺ ഏജിംഗ് എസ്റ്റിമേറ്റ് സ്പെൻഡിങ് ഓൺ ഹെൽത്ത് കെയർ ഫോർ ദ എൽഡർലി വിൽ ടേക്ക് അപ്പ് 26% ഓഫ് ദ GDP ബൈ 2050. 26% GDP സ്പെൻഡിങ് ഈ പറയുന്ന എൽഡർലി പോപ്പുലേഷനെ കാറ്റർ ചെയ്യാൻ, അവരുടെ സർവീസസ്, ഹെൽത്ത് ഇൻഷുറൻസ്, മെഡിക്കൽ നീഡ്സ് അങ്ങനെ കാറ്റർ ചെയ്യാൻ വേണ്ടി 26% ഓഫ് GDP 26%-ഓളം GDPയുടെ 26%-ഓളം ചിലവാക്കേണ്ടി വരുമെന്ന് നാഷണൽ വർക്കിംഗ് കമ്മീഷൻ ഓൺ ഏജിംഗ് എന്ന് പറഞ്ഞ ചൈനയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് എസ്റ്റിമേറ്റ് ചെയ്യുന്നു. അപ്പോൾ അത് വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് ഈ പറഞ്ഞ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാതെ ഒരു പോർഷൻ ഈ പറയുന്ന ഈ ഹെൽത്ത് കെയറും മെഡിക്കൽ ഇൻഷുറൻസ് ഒക്കെ ആയിട്ട് ചിലവാക്കേണ്ടി വരും എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ കുറയുന്നല്ലേ അതിൻ്റെ അർത്ഥം. Science or China is already on track to follow Japan's example of prolonged period of shrinking workforce with declining growth, as paper from Japan's Research Institute of Economy, Trade and Industry pointed out. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ജപ്പാനിലെ ട്രെൻഡ് പോലെ ഒന്ന് ചൈനയുടെ പോപ്പുലേഷൻ കൂടി, അതായത് എൽഡർലി പോപ്പുലേഷൻ്റെ നമ്പർ കൂടി, അതുപോലെ തന്നെ ഡിക്ലൈനിങ് ഗ്രോത്തും ഇത് ഏകദേശം സിമിലർ ട്രെൻഡ് ഓഫ് ജപ്പാനാണ് എന്ന് പറയുന്നു. ദ പേപ്പർ പോയിന്റഡ് ഔട്ട് ദാറ്റ് ഇന്ത്യസ് പ്രൊപ്പോർഷൻ ഓഫ് ചൈൽഡ് ആൻഡ് എൽഡർലി പോപ്പുലേഷൻ ഇൻ 2020 വാസ് സിമിലർ ടു ചൈനാസ് ഇൻ 1980 ജസ്റ്റ് വെൻ ഇറ്റ്സ് എക്കണോമിക് ബൂം ടുക്ക് ഓഫ്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് 1980 ചൈന എങ്ങനെയായിരുന്നു അതുപോലെയാണ് ഇപ്പോൾ ഇന്ത്യയുടെ അവസ്ഥ. അപ്പോൾ ആ സമയത്ത് വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ കൂടുതലായിരുന്നു ചൈനയിൽ. മാത്രമല്ല എക്കണോമിക് ബൂം സംഭവിക്കുന്നതിന് തൊട്ട് മുമ്പ് ആ പറയുന്ന വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ കൂടുതലായിരുന്നു. അപ്പോൾ ഇന്ത്യക്കും അങ്ങനെ ഒരു സാധ്യത, കാരണം ചൈനയുടെ എൽഡർലി പോപ്പുലേഷൻ ഇപ്പോൾ കൂടി, ഇന്ത്യക്ക് ആക്ച്വലി വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ വളരെ അധികം കൂടുതലാണിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു എന്താ പറയുക, ആ മാക്സിമം യൂട്ടിലൈസേഷൻ ആ സമയത്ത് ഇപ്പോൾ ഈ പറയുന്ന കണ്ടീഷൻസ് ഉപയോഗിച്ചിട്ടാണ് ചൈന മുമ്പോട്ട് പോയത്. അതുപോലെ തന്നെ ഇന്ത്യയും അതുപോലെ ഇപ്പോഴത്തെ ഡെമോഗ്രാഫിക് ഡിവിഡൻറ്റ് എന്ന് പറയില്ല, അതായത് ആൾക്കാർ ഏറ്റവും കൂടുതൽ യങ്ങർ ഏജ് പോപ്പുലേഷനുള്ള രാജ്യത്തിന് പ്രൊഡക്റ്റീവ് വർക്ക് ഫോഴ്സ് കൂടുതലായിരിക്കും, അതുവഴി പ്രൊഡക്ടിവിറ്റിയും ഔട്ട്പുട്ടും കൂടുതലായിരിക്കും എന്ന് പറയുന്നു. അപ്പോൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണമെന്നാണ് പറയുന്നത്. ദാറ്റ് വാസ് മെയ്ഡ് പോസിബിൾ ഓൺലി ബൈ മേക്കിംഗ് ദ മോസ്റ്റ് ഓഫ് ഇറ്റ്സ് ഡെമോഗ്രാഫിക് ഡിവിഡൻറ്റ് ബൈ ഇൻവെസ്റ്റിംഗ് ഹെവിലി ഇൻ ഹെൽത്ത് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ടു ഫാഷൻ എ വർക്ക് ഫോഴ്സ് കേപ്പബിൾ ഓഫ് പവറിംഗ് ദാറ്റ് വുഡ് ബിക്കം ദ വേൾഡ്സ് ഫാക്ടറി.
അപ്പോൾ ഏറ്റവും കൂടുതൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു എക്കണോമിക് ബൂം ഉണ്ടാവുമെന്നും പ്രൊഡക്ടിവിറ്റി കൂടുമെന്നും പറയുന്നു. പക്ഷേ കേരളത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഏജിങ് പോപ്പുലേഷൻ കൂടുന്നൊരവസ്ഥയാണ്. അത് ഇന്ത്യയുടെ ആവറേജ് വെച്ച് നോക്കുന്നതിനേക്കാളും കേരളം ആക്ച്വലി അങ്ങനെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് എഡിറ്റോറിയൽ നിന്ന് ഡിസ്കസ് ചെയ്യുന്നത്.